ഹായ് ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അമേസിംഗ് ആയിട്ടുള്ള ഒരു എ ഐ ടൂളിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് Copy.ai എന്നാണ്. ആക്ച്വലി ഈ എ ഐ ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് നമുക്കിപ്പോൾ കോപ്പി റൈറ്റിംഗ്, കോപ്പി കോപ്പി കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ട ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പാരഗ്രാഫുകൾ അല്ലെങ്കിൽ ക്യാപ്ഷൻസ്, അതായത് സെയിൽസ് റിലേറ്റഡ് അല്ലെങ്കിൽ ക്യാച്ചിങ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, സെയിൽസ് കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കോപ്പി എ ഐ ഇറ്റ്സ് എ അമേസിങ് ടൂളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മളൊരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് എ ഐ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എക്സാക്റ്റ് ആവശ്യമായിട്ടുള്ള ക്യാപ്ഷൻസും കോപ്പി കണ്ടന്റുകളും നമുക്ക് തിരിച്ച് എ ഐ എഴുതി തരും. അപ്പോൾ ഇതാണ് കോപ്പി എ ഐ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി എ ഐ എന്നുള്ള ടൂൾ കിട്ടും. ഇങ്ങനെയാണ് കോപ്പി എ ഐൻ്റെ ഇൻസൈഡ് എന്ന് പറയുന്നത്. ഓട്ടോമേറ്റഡ് ടാസ്ക് ആൻഡ് എലിമിനേറ്റ് ബ്ലോട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൂള് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അമേസിങ് ടൂളാണ്. കാരണം നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു ടൂളും കൂടെ നിങ്ങളുടെ ബിസിനസ് ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഓൾ ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓൾ ടൈപ്പ് ഓഫ് ബിസിനസ് കാറ്റഗറിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബിസിനസ് ഹെൽത്ത്, വെൽനസ്, കോച്ച് അല്ലെങ്കിൽ ജിമ്മ്, എനി ടൈപ്പ് ഓഫ് ബിസിനസ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടൂൾ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ടൂള് നിങ്ങളിപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യുക, ഇന്ന് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ തീർച്ചയായിട്ടും താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. മാത്രമല്ല അതിനെക്കുറിച്ചുള്ള കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അത് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എ ഐ മാർക്കറ്റിംഗ് റിലേറ്റഡ് കണ്ടന്റും എ ഐ സെയിൽസ് റിലേറ്റഡ് കണ്ടന്റ് ഒക്കെ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരുപാട് കണ്ടന്റുകൾ ഇതിൽ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കോപ്പി എ ഐ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഓൾറെഡി. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു കോപ്പി എ ഐൻ്റെ പ്ലാറ്റ്ഫോം ഇൻസൈഡ് എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ചാറ്റ്, പ്രൊജക്ട്സ്, വർക്ക് ഫ്ലോസ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എല്ലതും നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ചാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നിങ്ങൾ വരുന്നത്. പണ്ട് ചാറ്റ് ജി പി ടി ഒക്കെ നോക്കിയ പോലെ തന്നെ ആയിരിക്കും കാണുക. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ബോക്സ് കാണും ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഞാൻ ജസ്റ്റ് മുന്നേ ആസ്ക് ചെയ്ത 1-2 ഓപ്ഷൻസ് കൂടെ കാണാം. അതിൻ്റെ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. യെസ്, ഫീലിംഗ്. ഓക്കെ, ഏകദേശം ഒരു സെയിൽസ് കണ്ടന്റ് ആണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്, ഒരു ഫാഷൻ വീക്കിനെ കണക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള ക്യാപ്ഷൻസ്, കോപ്പി കണ്ടന്റുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ കോപ്പി എ ഐ യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോപ്പി കണ്ടന്റ് ആണെങ്കിൽ ഓഫ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുക. ഒന്ന് നോക്കാം നമുക്ക് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് അല്ലേ. ഓക്കെ, ഇതൊരു പാരഗ്രാഫ് ആയിട്ടാണ് കിട്ടി. ആർ യു സ്റ്റുഡൻറ് ലുക്കിംഗ് ടു സേവ് ഓൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്, വി അണ്ടർസ്റ്റാൻഡ് ദ ബഡ്ജറ്റ് ക്യാൻ ബി റൈറ്റ്. ഓക്കെ, നമുക്കൊരു ജസ്റ്റ് ഒരു കണ്ടന്റ് ആണ്. ഇനി ഇത് നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്കൊന്നും കൂടെ ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക, ജനറേറ്റ് 10 ഇൻസ്റ്റഗ്രാം ക്യാപ്ഷൻസ് ഫോർ എ ഫാഷൻ വീക്ക്, അങ്ങനെ ആണ് അതിൽ കൊടുത്തുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് 30% ഓഫ് for a student. Yes, and copy content and ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് നേരെ നെക്സ്റ്റ് ഒന്നും കൂടെ എന്ത് ചെയ്യാം, ക്യാപ്ഷൻസ് എന്നുള്ള രീതിയിലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് അങ്ങനെ നോക്കാം. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറ്റൻഷൻ സ്റ്റുഡൻസ്, അൺലോക്ക് യുവർ മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ വിത്ത് അവർ എക്സ്ക്ലൂസീവ്
Yes. Exclusive offer 30% off digital marketing services. Don't miss out on this amazing deal to boost your brand online presence. And ഓക്കെ, നമുക്കിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ട്രെയിനിങ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് മാച്ചാണ്. ഓക്കെ, അപ്പോൾ ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കുന്നതാവും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക എന്താണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതെന്ന്. ഇതുപോലെ തന്നെ നമുക്കിനി വേറെ രീതിയിലും ടൈപ്പ് ചെയ്ത് നോക്കാം. കോപ്പി കണ്ടന്റ് പകരം ക്യാപ്ഷൻസ് എന്ന് കൊടുക്കാം. ഓക്കെ, ക്യാപ്ഷൻസ് ട്രെയിനിങ്. ഓക്കെ, ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക, എൻ്റർ ചെയ്യുക. യെസ്, നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട്. കോളിംഗ് then yes fine for Instagram. നമുക്ക് വേറെ പല രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഉണ്ടാവും ചെറിയ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ കണ്ടില്ലേ, ഓരോ പ്ലാറ്റ്ഫോമിനനുസരിച്ചിട്ടും അത് കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇരുന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് എടുക്കാം. മാത്രമല്ല ഇത് നിങ്ങൾക്ക് ഓരോ പ്രൊജക്റ്റുകളായിട്ട് ന്യൂ പ്രൊജക്റ്റ് ബേസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ അറ്റാച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഫയൽ അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ രീതിയിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ബ്രൗസ് പ്രോംപ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ SEOക്ക് വേണ്ട കണ്ടന്റ് ആണെങ്കിൽ, ഇമെയിൽ മാർക്കറ്റിങ്ങിന് വേണ്ട, അല്ലെങ്കിൽ പെയ്ഡ് ആഡ്സ്, PR കമ്മ്യൂണിക്കേഷൻ, റിക്രൂട്ടിംഗ്, സെയിൽസ്, സോഷ്യൽ മീഡിയ, ഇങ്ങനെ എന്തിനു വേണ്ട കണ്ടന്റ് ആണോ നിങ്ങൾക്ക് ആവശ്യം അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ജനറേറ്റ് കണ്ടന്റ് കലണ്ടർ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഐറ്റുണ്ട് ഇവിടെ. ആൻഡ് ഹെഡ്ലൈൻസ് ആൻഡ് ഇൻസ്റ്റാഗ്രാം ക്യാപ്ഷൻസ്, ലിങ്ക്ഡിൻ പോസ്റ്റ്, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പെയ്ഡ് ആഡ്സിന് വേണ്ടതാണെങ്കിൽ ഫേസ്ബുക്ക് ഉണ്ട്, ഓക്കെ, ഗൂഗിൾ ആഡൊക്കെ ഉണ്ട്. ഇപ്പോൾ സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ബ്രെയിൻസ്ട്രോം പെയിൻ പോയിന്റ്സ്. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ ക്യാപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പെയിൻ പോയിന്റിനെ കണക്ട് ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ ക്യാപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ഇവിടെ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റൈറ്റ് പെയിൻ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, യൂസ് പ്രോംപ്റ്റ്, നമുക്കത് യൂസ് ചെയ്യാം. അപ്പം ഗോൾസ്, ഓക്കെ, ആക്ട് ആസ് എ ടാർഗറ്റ് പെർസോണ and what pain points do you face and language would use for go. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫോർ നിങ്ങൾക്ക് ഇവിടെ ആ കണ്ടന്റ് ജസ്റ്റ് പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോംപ്റ്റ് ഇതുപോലെ ഇവിടെ വരും. അവിടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഫോർ ഇങ്ങനെ അടിച്ചു കൊടുത്ത് നോക്കാം. ആക്ട് ആസ് എ ടാർഗറ്റ് പെർസോണ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആക്ട് ചെയ്യേണ്ടത്? ഒരു ഓക്കെ, ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് കിട്ടും. But as a student, there are a few pain points I might face when considering digital marketing training. Limited resources. Some of students may have limited financial resources, making affordability a major pain points. We might struggle to find high quality training program that fit within our budget. And the world balancing coursework, part-time jobs, and social commitments, and can leave a little time for additional training. Finding flexible training options that can accommodate our busy schedules can be challenge. അപ്പോൾ ഇതുപോലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾക്ക് വീഡിയോസ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് ഇപ്പോൾ പഠനത്തോടൊപ്പം തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള ഓപ്ഷൻസും ഇൻകം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പെയിൻ പോയിന്റ്സിനെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം നമ്മുടെ
സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ മറ്റു യങ്സ്റ്റേഴ്സിനെ, ലേഡീസിനെ, ബിസിനസ് ഓണേഴ്സിനെ, അങ്ങനെ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ടാർഗറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിച്ചിരുന്ന സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഒരു ആഡ് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. അപ്പോൾ ടെക്നോളജി യൂസ് ചെയ്യുക, AI ടെക്നിക്കുകൾ യൂസ് ചെയ്യുക, AI ടൂൾസ് യൂസ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഇതിനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് ഇതിന് ബെറ്റർ റിസൾട്ട് എടുക്കാം, അത് ആലോചിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരം AI ടൂളുകൾ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുക. ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കായിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ചെയ്യാൻ പറ്റും നോക്കുക. അപ്പോൾ ഈ ഒരു ടൂള് ഞാൻ ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണ്. ഈ ഒരു ടൂള് എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള നല്ല ക്യാപ്ഷൻസ്, കണ്ടന്റ്, ഡിഫറെൻറ്റ് പർപ്പസിന്, ഇപ്പം നിങ്ങളുടെ സോഷ്യൽ മീഡിയ, വെബ്സൈറ്റ്, SEO, അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. അതും നിങ്ങളുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. നിങ്ങൾക്കത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഇതാണ്. ബാക്കിയുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ അറിയണം തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ചോദിക്കാം. ഓക്കെ. അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആവുന്ന മറ്റാർക്കെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു ഓൾ.